Episode 5, right? Let me just check. Yeah. Okay. This is keep. It's good to add in the Yeah. Keep it raw. Bloopers version coming. എപ്പിസോഡ് 5 ഓഫ് മേക്കിംഗ് എ ഷോർട്ട് ഫിലിം ഫ്രം സ്ക്രാച്ച്. അതെ ഗൈസ്, ഇന്ന് എപ്പിസോഡ് 5 ആണ്. എപ്പിസോഡ് 5 ആയിട്ട് ഞാൻ പ്രൊഡക്ഷൻ ഡിസൈനിങ് കുറേ കാര്യങ്ങൾ ഒരു പുതിയ ക്രൂ മെമ്പറിൻ്റെയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കുറച്ചും കൂടി എൻഗേജിങ് കാര്യമായിരിക്കും. കാരണം പുതിയ പ്രൊഡക്ഷൻ ഡിസൈനർ ഞാൻ ക്രൂ മെമ്പറായിട്ട് ആഡ് ചെയ്യുന്നു. അതേപോലെ എന്തൊക്കെയാണ് PD പരമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി നമുക്ക് ഡേറ്റ്സ് അടുത്ത് വരുവാണ്. ഞാൻ ഡേറ്റ്സ് അടുത്ത എപ്പിസോഡിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം. ഞാൻ കറക്റ്റ് ആ ദിവസം തന്നെ ലൈവായിട്ട് തന്നെ നമ്മുടെ പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ നമ്മളെ ക്രൂ മെമ്പറിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. നമ്മളെ ക്രൂ മെമ്പർ എന്ന് പറയുന്നത് എന്നോട് മുന്നോട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടറും അതുപോലെ റൈറ്ററും കൂടിയാണ്. അപ്പോൾ നമ്മുടെ സെറ്റിൽ PD ആയിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ PD നമ്മൾക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നെങ്കിൽ PD ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. കുറേ കാര്യങ്ങൾ സെറ്റിലായിക്കോട്ടെ, ഇപ്പം ആക്ടറിലായിക്കോട്ടെ, കുറേ പ്രൊഡക്ഷൻ ഡിസൈനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ 4th മെമ്പറായിട്ടുള്ള ക്രൂ മെമ്പറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. Yeah, it's fine. No, it will be there. It's okay. Cool. ഒരു മിനിറ്റ് ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്ഷൻ ഡിസൈനർ വൈഷ്ണവി. എൻ്റെ സീനിയറാണ്. ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ തന്നെ മൂവീസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഒക്കെ ഇവിടെ കൊടുത്തേക്കാം. IMDbയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ എന്തായാലും ലിങ്ക് കൊടുത്തേക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇനി പറയുന്നത് ഈ പ്രൊഡക്ഷൻ ഡിസൈനറെ പറ്റിയൊക്കെ വൈഷ്ണവി നിങ്ങളോട് പറയും. നമസ്കാരം, എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ ദുബായ് ബേസ് ചെയ്തൊരു ഷോർട്ട് ഫിലിം ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറാണ്. ഞാൻ കുറേ ഷോർട്ട് ഫിലിംസ് എഴുതുകയും ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോസ്, പിന്നെ ഈ ഫാഷൻ എഡിറ്റോറിയൽസിനൊക്കെ വേണ്ടി പ്രൊഡക്ഷൻ ഡിസൈനും സെറ്റ് ഡിസൈനും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മൂവോ ക്രിയേഷൻ 1 നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വർക്ക് പ്രോസസ്സും കാര്യങ്ങളും വർക്ക് ഫ്ലോയും കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ടാണ് ഞാൻ വൈഷ്ണവി തന്നെ പ്രൊഡക്ഷൻ ഡിസൈനായിട്ട് വിളിച്ചത്. പ്രൊഡക്ഷൻ ഡിസൈനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് പ്രൊഡക്ഷൻ ഡിസൈനോട് ചോദിച്ചു നോക്കാം. നമ്മൾ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും മെയിൻലി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്? അപ്പോൾ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ ഡിസൈനർ ആണല്ലോ ചേച്ചി. നമ്മളൊരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഫീച്ചർ ഫിലിം, TV ഷോ എന്തുണ്ടാക്കുകയാണെങ്കിലും ഡയറക്ഷൻ, റൈറ്റിംഗ്, ക്യാമറ ഒക്കെ കഴിഞ്ഞ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് പ്രൊഡക്ഷൻ ഡിസൈൻ. അപ്പോൾ നമ്മുടെ ഒരു കഥയിലത്തെ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ആ വേൾഡിനെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈൻ. അപ്പോൾ നമ്മൾ സെറ്റ് ഡെക്കറേഷൻ, പ്രോപ്സ്, കോസ്റ്റ്യൂം, മേക്കപ്പ്, ഇതൊക്കെ പ്രൊഡക്ഷൻ ഡിസൈൻ്റെ അടിയിൽ വരുന്ന എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാണ്ടോ നമുക്ക് ആ സിനിമയോട് കൂടുതൽ കൺവിൻസിങ് ആയി തോന്നിപ്പിക്കണം, അല്ലെങ്കിൽ ആ ലോകത്തിനെ ഇമേഴ്സ് ചെയ്ത ഒരു എലമെൻ്റ് ആയിരിക്കും പ്രൊഡക്ഷൻ ഡിസൈൻ. അപ്പോൾ നമ്മളൊരു ക്യാരക്ടറിൻ്റെ ഒരു ബെഡ്റൂം, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഫിലിമിൽ വലിയ വലിയ സെറ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് അതിനെ കണക്ട് ചെയ്യിപ്പിക്കുന്നത്. അതെ, അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ബിഹേവിയർ അറിയാനായിട്ട് അതിൻ്റെ ചുറ്റുപാട് നോക്കി മനസ്സിലാവും. അപ്പോൾ അപ്പം നമ്മൾ സ്റ്റോറികൾ തന്നെ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത് വേണം നമ്മൾ ആ ഒരു അതെ, നമ്മൾ അറിയാണ്ട് നമുക്ക് ഡയലോഗ് ത്രൂ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ക്യാരക്ടറിനെ പറ്റിയിട്ട് നമുക്ക് സെറ്റിൽ കാണിക്കാം. ഇപ്പോൾ എല്ലാ ക്യാരക്ടറിൻ്റെ എലമെന്റ്സും ബിഹേവിയറും നമുക്ക് പറഞ്ഞു കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവരുടെ എൻവയറമെൻറ്റിൽ, അവരുടെ റൂമിലിരിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുള്ള എല്ലാ ഫിസിക്കൽ എലമെന്റ്സ് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈൻ. അപ്പോൾ ഫിലിം മേക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കാര്യം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് കാണിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒരു ഇത് കാണത്തില്ല, അത് നമുക്ക് അറിയാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ പറയാതെ തന്നെ അവർ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും കൂടുതൽ ഇതായിട്ട് വർക്കാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ PD അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഹൊറർ മൂവി എന്ന് വരുമ്പോഴത്തേക്ക് കുറേ എലമെൻറ്റ്സ് കാണും. ഇപ്പം ടോൺ ഡാർക്ക് ആയിരിക്കണം, സ്റ്റോറി പരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കുറേ ഡാർക്ക് ചെയ്യണം. അപ്പം അങ്ങനെ ആയിട്ട് തന്നെ അപ്പോൾ എനിക്കറിയാവുന്ന നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എല്ലാ ആൾക്കാരാണ് ഞാൻ എൻ്റെ ഇതിൽ ക്രൂ ആയിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചത് എൻ്റെ ഫ്രണ്ട് ഹർഷ്, സൗണ്ട് ഡിസൈനറാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ കമൻസിൽ പുള്ളിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. അതേപോലെ നമ്മളുടെ PD പ്രൊഡക്ഷൻ ഡിസൈനായിട്ടുള്ള വൈഷ്ണവിയുടെയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വർക്കും കാര്യങ്ങളൊക്കെ ലിങ്ക് ആയിട്ട് കൊടുത്തേക്കാം. അപ്പം വേറെ എന്തെങ്കിലും ഒന്നുമില്ല, നമ്മുടെ മൂവി എന്തായാലും അടിപൊളിയാക്കണം. പ്രൊഡക്ഷൻ ഡിസൈൻ, സൗണ്ട്, എല്ലാ എലമെന്റ്സും നന്നായി ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു ഫിലിമാണ്. എന്തായാലും വൺസ് അഗൈൻ താങ്ക്സ് കേട്ടോ. ഞാൻ വിളിച്ചു, ഒരുപാട് തിരക്കുള്ള ആളാണ് കേട്ടോ. ഞാൻ വിളിച്ച് രണ്ടു തിരക്ക് കഴിഞ്ഞിട്ട് എന്താണ് വന്നത്. പക്ഷെ നമ്മുടെ മോമോന് വേണ്ടി എന്തായാലും മോമോ ക്രിയേഷൻസ് 1 വേണ്ടി വരണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വരുന്ന പ്രൊഡക്ഷൻ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാ ക്രൂ മെമ്പറും കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ വീഡിയോയിൽ വന്ന് വീഡിയോ കുറച്ചും കൂടെ നല്ല രീതിയിലൊക്കെ നമ്മൾ വീഡിയോസും കാര്യമൊക്കെ നിങ്ങളിലേക്കും എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ഷോർട്ട് ഫിലിം മേക്കിങ്ങിൻ്റെ ഫുൾ പ്രോസസ്സ് ഫോളോ ചെയ്യണമെങ്കിൽ എല്ലാവരും ഈ സീരീസ് മുഴുവൻ എല്ലാ എപ്പിസോഡ്സും കാണാം. ലൈക്ക്, സബ്സ്ക്രൈബ്. ഇവിടെയൊക്കെ ബട്ടണുകളുണ്ട്.
സോ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ എപ്പിസോഡ് 5 എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു എപ്പിസോഡാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പ്രൊഡക്ഷൻ ഡിസൈൻ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഇതൊരു ക്രൂ മെമ്പർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റും ലൈറ്റിംഗ് സെറ്റപ്പ് അതിൻ്റെയൊക്കെ പ്രോസസ്സിലാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ കവർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും ആ സെയിം കണ്ടൻറ്റ് നമ്മൾ അത് കുറച്ചും കൂടെ ഫിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വേറെ കണ്ടൻറ്റൊന്നും ചെയ്യാത്തത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുമെങ്കിൽ അടുത്ത എപ്പിസോഡൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ സീരീസ് മൊത്തം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരുപാട് പാട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഷോർട്ട് ഫിലിം വിചാരിക്കും ക്യാമറ എടുത്തൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കുറേ കാര്യങ്ങൾ അതിൻ്റെ പിറകിൽ ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സൊക്കെ കറക്റ്റായിട്ട് നമുക്ക് പോയെങ്കിൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സീരീസ് നിങ്ങളെയും കൂടെ എത്തിക്കാൻ വേണ്ടി ഫുൾ പ്രോസസ്സ് തന്നെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഇനി ഒരുപാട് പറഞ്ഞു നീട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇനി ഇതുപോലൊരു മറ്റൊരു നല്ലൊരു നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ അപ്ഡേറ്റും അതല്ല മോർ ഫിലിം മേക്കിങ്ങിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബൈ.